ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇറങ്ങിപ്പോയ സർക്കാർ 8ന്റെ പണി നൽകി മുനമ്പം വിഷയത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ വഖഫ് ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം അത് സർക്കാർ അറിഞ്ഞിട്ടാണോ, മുൻ സർക്കാർ അറിഞ്ഞിരുന്നതാണോ, CPM-ന് അറിയാമായിരുന്നു? കാരണം രാഷ്ട്രീയ നിയമനമാണല്ലോ. ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി വിധികളും അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തെയും വരെ വളച്ചൊടിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ, മാധ്യമങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. 2025 ഇന്ത്യയുടെ പാർലമെന്റ് ദ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 2005 അമെന്റ് ചെയ്തുകൊണ്ട് 2025 അമെന്റ്മെന്റ് വന്നു. അതിന്റെ സെക്ഷൻ 3B ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. 3Bയിൽ പറയുന്നത് ഫില്ലിംഗ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് വഖഫ് ഓൺ പോർട്ടൽ ആൻഡ് ഡേറ്റാബേസ്. ഈ രാജ്യത്തുള്ള മുഴുവൻ വഖഫ് പ്രോപ്പർട്ടി, രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒരു പോർട്ടലിലേക്ക് ആഡ് ചെയ്യണം. 6 മാസം കാലാവധി. വഖഫ് ട്രൈബ്യൂണൽ കാരണം കാണിച്ച ആപ്ലിക്കേഷൻ കൊടുത്താൽ 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. മാക്സിമം പോയ 1 വർഷം. അത് ചെയ്തില്ല എങ്കിൽ മുത്തവല്ലിയോ അല്ലെങ്കിൽ ബോർഡോ, വഖഫ് ബോർഡോ അത് കുറ്റക്കാരനാണ്. കനത്ത പിഴയും മറ്റ് നടപടികളും ഇവർക്കെതിരെ സ്വീകരിക്കും. അതാണ് ഇന്ത്യയുടെ പാർലമെന്റ് 8/4/2025 നടപ്പിൽ വരുത്തിയ നിയമ അമെന്റ്മെന്റ്. അതുപ്രകാരം ആദ്യം 6 മാസം, പിന്നെ 6 മാസം കൂടിയാലും 8/4/2026 ഇതിന്റെ കാലാവധി തീരും. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അതിലേക്ക് കൊടുക്കേണ്ടത്. ഇത് മുനമ്പം പ്രോപ്പർട്ടി എന്നാ രജിസ്റ്റർ ചെയ്തത്? 2019 ആ 2019 അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആരായിരുന്നു വഖഫ് ബോർഡ് നയിച്ചുകൊണ്ടിരുന്നത്? ജനാബ് സയ്യദ് റഷീദ് അലിയാണ്. അതായത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി, UDF-ന്റെ പ്രതിനിധിയായി വഖഫ് ബോർഡിൽ UDF-ന് ഭൂരിപക്ഷമുള്ള 2019 മുനമ്പം പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്തത്. ആ രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി പാർലമെന്റ് തീരുമാനപ്രകാരം നിയമമായി ആ നിയമം 6 മാസത്തിനുള്ളിൽ വഖഫ് ട്രൈബ്യൂണൽ അനുവദിച്ചാൽ വീണ്ടും 6 മാസത്തിനുള്ളിൽ അതിലേക്ക് എൻട്രി ചെയ്യണം. റീ രജിസ്ട്രേഷൻ അല്ല, വിവരങ്ങൾ ടൈപ്പ് ചെയ്യണം. അത് ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് ഒരു പണി തന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം വഖഫ് ബോർഡിന് വലിയ കുറ്റാരോപണം വരുമെന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക? ഒരു ദിവസം ജനങ്ങളെ കബളിപ്പിക്കാം. അംഗീകം സമയം കുറവാണല്ലോ. മുത്തവല്ലിയോ അല്ലെങ്കിൽ വഖഫ് ബോർഡോ ചെയ്യണമെന്നുള്ളതാണ്. ഈ പറയുന്ന വഖഫ് ബോർഡ് നിങ്ങളുടെ രാഷ്ട്രീയ നിയമനമാണ്, നിങ്ങളുടെ കാലത്തുണ്ടായ രാഷ്ട്രീയ നിയമനമാണ്. ഇപ്പോൾ ഈ പറയുന്ന ഉമ്മീദിൽ രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ചോദിച്ചത് പാർട്ടി അറിഞ്ഞിരുന്നോ എന്നുള്ളതാണ്. അതിൽ CPM അംഗങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരുന്നോ ഈ ഉമ്മീദിൽ രജിസ്റ്റർ ചെയ്ത കാര്യം? നിങ്ങൾ അറിയാതെ ഈ നടപടിക്രമങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഉത്തരവൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അതിന്റെ നടപടിക്രമമായി പോയതാണോ? നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ? ഇല്ല, ഇതിലെ ഒറ്റ കാര്യം, ഇതിൽ മുത്തവല്ലി എന്ന് പറയുന്നത് ഈ വഖഫ് പ്രോപ്പർട്ടിയായി ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട 2019 ഞാൻ പറഞ്ഞ ജനാബ് സയ്യദ് റഷീദ് അലി തങ്ങൾ ഇട്ട ഉത്തരവ്, ആ ഉത്തരവിലെ 4ാമത്തെ റെസ്പോണ്ടന്റ് ആയ സെക്രട്ടറി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ഫറൂഖ് കോഴിക്കോടാണ്. അവരാണ് മുത്തവല്ലി. അവരോ വഖഫ് ബോർഡോ രജിസ്റ്റർ ചെയ്യണം. ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുത്തവല്ലി ആശയ മുത്തവല്ലിയായിട്ട് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം, നിലവിലെ നിയമപ്രകാരം വഖഫ് ബോർഡിനാണ്. വഖഫ് ബോർഡ് പല തീരുമാനം പല അവസരത്തിലെടുക്കും. അത് പാർട്ടിയായിട്ട് ആലോചിച്ചോ ഗവൺമെന്റ് ആയിട്ട് ആലോചിച്ചല്ല. വളരെ കുറവാണ്. അങ്ങ് അങ്ങനെ പറയരുത്. മുനമ്പത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കേരളമാകെ ചർച്ച ചെയ്ത ഒരു സമര പരമ്പര നടന്ന സ്ഥലമാണ്. ആ വിഷയത്തിൽ നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പങ്കെടുത്തതാണ്. മുനമ്പത്തെ ജനങ്ങളെ അവിടെ നിന്നും ഇറക്കി വിടരുത് എന്ന തീരുമാനം CPM-നുണ്ടായിരുന്നു, കോൺഗ്രസിനുണ്ടായിരുന്നു, ലീഗിനും ഉണ്ടായിരുന്നു. അറിയാമല്ലോ, അവിടുത്തെ സഭാ നേതൃത്വവുമായി ലീഗ് പ്രതിനിധികൾ തങ്ങളടക്കം ചെന്ന് നടത്തിയ ചർച്ച നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുത് എന്ന തീരുമാനമുണ്ട്. അത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് ഒറ്റയ്ക്കൊരു ശബ്ദമായിട്ടാണെങ്കിലും വന്നിരുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തുനിന്നുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നാണോ അങ്ങ് പറഞ്ഞതിൽ ഞാൻ വായിച്ചെടുക്കേണ്ടത്? നിങ്ങൾ അറിയേണ്ടതില്ല എന്നാണോ? ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ഈ പറയുന്ന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഒറ്റ കാര്യമുള്ളൂ, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം തീർക്കാം. സെക്ഷൻ 97 പ്രകാരം ഗവൺമെന്റ് ഒരു നിർദ്ദേശം കൊടുത്ത 10 മിനിറ്റ് പോലും വേണ്ട ഈ പ്രശ്നം തീർക്കാൻ എന്ന് പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയാ. അധികാരത്തിൽ വന്നിട്ട് 10 മിനിറ്റ് അല്ലല്ലോ, 10 ദിവസം കഴിഞ്ഞു. ഇത് ആരുടെയെങ്കിലും തലയിൽ വെക്കണം. 10 മിനിറ്റ് അല്ല, 10 ദിവസം അല്ല, 10 വർഷം എടുത്താലും ഈ പ്രശ്നത്തിന്റെ നിയമപരമായ സങ്കീർണതകൾ കുറെ ഉണ്ട്. അത് പഠിച്ചു നോക്കിയാൽ അങ്ങേക്ക് ബോധ്യപ്പെടും. ആ സങ്കീർണതകൾക്ക് പരിഹാരം കാണാതെ
ജനങ്ങളെ കബളിപ്പിക്കാൻ, മാധ്യമങ്ങളെ കബളിക്കാൻ എനിക്ക് 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് പറഞ്ഞ നുണയാണ്. സഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കാത്തത് കൊണ്ട് വഖഫ് ബോർഡ് ചെയർമാൻ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഖഫ് ബോർഡ് ചെയർമാൻ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ വഖഫ് ബോർഡിലെ മറ്റംഗങ്ങൾ CPM പ്രതിനിധി A റഹീം അടക്കം അതിൽ അംഗമാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ഉമ്മീദിൽ രജിസ്റ്റർ ചെയ്തത്? നിങ്ങൾ അറിഞ്ഞിട്ടാണോ? രജിസ്റ്റർ അല്ല, നിങ്ങൾ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കില്ലേ. രജിസ്റ്റർ ചെയ്യുന്നതും ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്നതും രണ്ടാണ്. രജിസ്ട്രേഷൻ 2019 ഈ പ്രോപ്പർട്ടി മുനമ്പം പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്തത് 2019 മെയ് മാസം 20-ാം തീയതിയാണ്. വിശദമായിട്ടുള്ള 4 പേജ് ഉത്തരവാണ് കുമാർ. ഇങ്ങനെ ആടിനെ പട്ടിയാക്കരുത്. കാരണം ഈ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ് ഇവിടുത്തെ അന്നത്തെ പ്രതിപക്ഷ കക്ഷികളായ മുസ്ലിം ലീഗ് നേതാക്കളടക്കം അവിടെ പോയി ലത്തീൻ സഭയെ കാണുന്നതും സമര നേതാക്കളെ കാണുന്നതും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സമരസമിതി നേതാക്കൾ പ്രതികരിക്കുന്നത് ഈ സർക്കാരിനെതിരെയല്ല, വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. അങ്ങ് 2019 ആടിനെ പട്ടിയാക്കരുത്. കാരണം നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ് ഇവിടുത്തെ അന്നത്തെ പ്രതിപക്ഷ കക്ഷികളായ മുസ്ലിം ലീഗ് നേതാക്കളടക്കം അവിടെ പോയി ലത്തീൻ സഭയെ കാണുന്നതും സമര നേതാക്കളെ കാണുന്നതും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സമരസമിതി നേതാക്കൾ പ്രതികരിക്കുന്നത് ഈ സർക്കാരിനെതിരെയല്ല, വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. അങ്ങ് 2019 കണക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പറയാനുള്ള വിഷയമായിരുന്നല്ലോ അത്. എന്താ പറയാതിരുന്നത്? 2019 തീരുമാനമോ? അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഈ തീരുമാനം എടുക്കേണ്ടി വന്നു എന്ന് വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ തീരുമാനം എടുക്കേണ്ടി വന്നു എന്ന് നിങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്വതന്ത്രനായി മത്സരിച്ച സ്ഥാനാർത്ഥിയായി പരാജയപ്പെട്ട് നിങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനായി നിയമിച്ച അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യേണ്ടി വന്നു എന്ന്. ഒറ്റ കാര്യം, 2019 ഈ വഖഫ് ബോർഡ് എടുത്ത തീരുമാനത്തെ വഖഫ് ട്രൈബ്യൂണലിൽ ചലഞ്ച് ചെയ്യുകയും വഖഫ് ട്രൈബ്യൂണൽ ഇതിന്റെ എല്ലാ വസ്തുതകളും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇറ്റ് ഈസ് എ വഖഫ് പ്രോപ്പർട്ടി എന്ന രൂപത്തിൽ ഫൈൻഡിംഗ് വരുന്ന തരത്തിൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അതാണ് ഇപ്പൊ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്താ സ്റ്റേ ചെയ്യാൻ കാരണം? വഖഫ് ബോർഡിന്റെ തീരുമാനത്തെ അപ്പീലേറ്റ് അതോറിറ്റിയായ വഖഫ് ട്രൈബ്യൂണൽ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിവിഷണൽ അതോറിറ്റിയായ ഹൈക്കോടതി ഹാസ് നോ റോൾ അറ്റ് ഓൾ. ഇവിടെ ഒരു സുപ്രീം കോടതി അഭിഭാഷകനുണ്ടല്ലോ, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. നിയമപരമായിട്ടാണ് അദ്ദേഹം മറുപടി പറയുന്നതെങ്കിൽ കൃത്യമായി ഇത് തന്നെയാ പറയാൻ കഴിയൂ. രാഷ്ട്രീയ മറുപടിയാണ് അങ്ങിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിണറായി സർക്കാർ എന്താണ് മുനമ്പം നിവാസികൾക്ക് നൽകിയിരുന്ന ഉറപ്പ്? അഡ്വക്കേറ്റ് അരുൺകുമാർ, അതിന് വിരുദ്ധമായി നിങ്ങൾ നിയമിച്ച വഖഫ് ബോർഡിലെ ചെയർമാൻ തീരുമാനമെടുത്തോ എന്നതാണ് ചോദ്യം. ഒരിക്കലും തീരുമാനം എടുത്തിട്ടില്ല. ഇവിടെ പിണറായി വിജയൻ വഖഫ് മുനമ്പം ജനങ്ങളോട് പറഞ്ഞത് ഒരാൾക്കും അവിടെ നിന്ന് ഒഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സങ്കീർണമായ പ്രശ്നം ഞങ്ങൾ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചു. എല്ലാ വരുംവരായികളും പരിശോധിച്ചു, 2 കൂട്ടരെയും കേട്ടു. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എത്ര ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പോയി, സിംഗിൾ ബെഞ്ച് റദ്ദാക്കി, ഡിവിഷൻ ബെഞ്ചിൽ പോയി, ഡിവിഷൻ ബെഞ്ച് അലോ ചെയ്തു, സുപ്രീം കോടതിയിൽ വരെ ഈ വിഷയം പോയി. എല്ലാ സങ്കീർണതകൾക്കിടയിലും മുനമ്പത്തെ ജനങ്ങൾക്ക് പണം കൊടുത്ത് ഭൂമി വാങ്ങി അന്തസ്സോടെ ജീവിക്കുന്നവർ, ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതും ആ പ്രദേശത്ത് ഇരുന്ന് തന്നെയാണ്, മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാ. ഒരാൾ പോലും കുടിയൊഴിയേണ്ടി വരില്ല എന്നാണ് LDF സർക്കാർ പറഞ്ഞത്. ആ വാക്ക് ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. അത് പാലിക്കുമ്പോഴാണ് 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞ വ്യക്തി ആ 10 മിനിറ്റ് അല്ല 10 വർഷം എടുത്താലും അദ്ദേഹത്തിന് ഇതില് സങ്കീർണതകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടാത്ത കാലം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാർലമെന്റ് പാസാക്കിയ നിയമം വിജയൻ സർക്കാർ പറഞ്ഞത് തന്നെയാണ്. VDS സർക്കാരും പറയുന്നത് അവരെ ഒഴിപ്പിക്കില്ല എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾ നിയമിച്ച വഖഫ് ബോർഡ്, നിങ്ങളുടെ രാഷ്ട്രീയ നിയമനത്തിലുണ്ടായ ചെയർമാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് വഖഫ് ഭൂമിയാണെന്നാണ്. അങ്ങനെയാണ് ഉമ്മീദിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് 8ന്റെ പണിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. തെറ്റ്. ഇല്ല. മുഖ്യമന്ത്രി പറഞ്ഞ കള്ളത്തെ താങ്കൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2019 ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നത്. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം 6 മാസത്തിനുള്ളിൽ ഇന്ത്യയിലുള്ള വഖഫ് പ്രോപ്പർട്ടിയായി മുൻപ് രജിസ്റ്റർ ചെയ്ത, അതായത് 2025 അമെന്റ്മെന്റ് ആക്ട് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മുഴുവൻ പ്രോപ്പർട്ടിയും എൻറ്റർ ചെയ്യണം, സർവേ നമ്പർ അടക്കം എൻറ്റർ ചെയ്യണം എന്നതാണ്. അത് കൃത്യമായി നിയമത്തിൽ പറയുമ്പോൾ 6 മാസം കാലാവധി, ട്രൈബ്യൂണൽ അനുവദിച്ചാൽ വീണ്ടും 6 മാസം.
അങ്ങനെ ഒരു കൊല്ലത്തിനുള്ളിൽ എൻ്റർ ചെയ്തില്ലെങ്കിൽ ബോർഡുകൾക്കെതിരെ ഗുരുതരമായ ഫൈനും നടപടിയും വരുമ്പോ ജസ്റ്റ് എൻറ്ററിംഗ് ആണ്. രജിസ്റ്റർ ചെയ്തത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി, UDF പ്രതിനിധി ഉള്ളപ്പോ 2019 ഇപ്പോഴല്ല. അത് അഭിഭാഷകൻ ചോദിച്ചാൽ കൃത്യമായി വസ്തുതയോടെ പറയും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അന്നും ഇന്നും കൃത്യമാണ്. മുനമ്പത്തെ ഒരാൾ പോലും കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യം ഇല്ല. അതിനെ ശക്തമായി നേരിടും. നിയമത്തിന്റെ സങ്കീർണതകൾ അതീവ ഗൗരവത്തോടെ കോടതിയിൽ വെച്ച് നേരിട്ട് ആ സങ്കീർണതകൾ അഴിപ്പിക്കും. അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനാക്കിയ, നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് പരാജയപ്പെട്ട KS ഹംസ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ വഖഫ് ബോർഡിന് 5 വർഷത്തെ കാലാവധിയുണ്ട്. അതായത് ഈ സമരസമിതിക്കാർ പറയുന്നു ഈ വഖഫ് ബോർഡ് പിരിച്ചുവിടണം. അങ്ങനെയൊന്നും പിരിച്ചുവിടാൻ കഴിയില്ല, ഞങ്ങൾക്ക് 5 വർഷം കാലാവധിയുണ്ട് എന്ന മറുപടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്.